ഓക്കെ, ഹലോ എവരിവൺ. നമുക്ക് എന്ത് ചെയ്യാം? ലീഗൽ ഡൈമെൻഷൻസ് ഓഫ് ബിസിനസ്, അതിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് വീഡിയോ കാണാം. 4 ക്രെഡിറ്റ് ഉള്ള ഒരു പേപ്പറാണ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ്. ഇത് ലോ ആണ്, നമുക്ക് അതുകൊണ്ട് ഒന്നും സ്വന്തം ഭാഷയിൽ എഴുതാമെന്നൊന്നും വിചാരിച്ച് കളയരുത്. ക്ലാരിറ്റി ഉണ്ടാവണം. ഒരു കാര്യം പ്രത്യേകിച്ച് വർക്ക് ചെയ്യേണ്ട കാര്യം, ഒരുപാട് സെക്ഷൻസ് പഠിക്കാൻ കാണും. സെക്ഷൻസ് അറിയില്ലെങ്കിൽ ഇല്ലാത്തതൊന്നും എഴുതി വയ്ക്കാൻ നിൽക്കരുത്. ഓക്കെ, നമ്മളൊരു ഊഹമൊക്കെ വെച്ച് എഴുതി വയ്ക്കാൻ നിൽക്കരുത്. ബെറ്റർ അറിയാമെങ്കിൽ എഴുതുക എന്നുള്ളതാണ്. അതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ലോ ആയതുകൊണ്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നത് ഇൻട്രഡക്ഷൻ ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. ഒരുവിധം ഇന്ത്യയുടെ ബിസിനസ്സുകളെല്ലാം നിയന്ത്രിക്കുന്ന എന്തൊക്കെ നിയമം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ മദറായിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇയർ മറക്കല്ലേ. അപ്പോൾ സിലബസ് പറഞ്ഞു തുടങ്ങുന്നത് ജനസിസ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 എന്നാണ്. ഓക്കെ, അപ്പോൾ 1872 വന്ന ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന് മുമ്പ് എന്തുണ്ടായിരുന്നു? ഇന്ത്യയിൽ ബിസിനസ്സുകൾ നടന്നിരുന്നു, കരാറുകൾ ഉണ്ടായിരുന്നു, എല്ലാം മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അവിടെ എന്തില്ല? ഒരു ഏകീകരണമില്ല, ഒരു യൂണിറ്റി ഇല്ലായിരുന്നു. കാര്യം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 2 മതങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും 2 മതങ്ങൾക്ക് അവരുടേതായ ബിസിനസ്സിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ കാണാം. ആ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും ആ മതത്തിലുള്ളവർ ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് അവരുടെ ഒരു കറുത്ത ഒരാൾ വരുന്നു, മറ്റേ ആളിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നു എന്നുള്ള സെറ്റപ്പ് അവരുടെ മതത്തിൻ്റെ ഒരു ഇതായിട്ട് വന്നതാണ്. ഓക്കെ, ആ ഒരു മതവിശ്വാസികളുടെ ഒരു പാത്രമായിട്ട് വന്നതാണ്. അത് അവർ ഫോളോ ചെയ്ത് പോകുമ്പോൾ വേറൊരു മതത്തിലുള്ളവർ വേറെ രീതിയിലായിരിക്കും ബിസിനസ് ചെയ്തു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ കോൺട്രാക്റ്റുകൾക്ക് തമ്മിൽ എന്തില്ലായിരുന്നു? ഒരു യൂണിറ്റി ഇല്ലായിരുന്നു. ആ യൂണിറ്റി കൊണ്ടുവന്നുകൊണ്ടാണ് 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നതിന് മുമ്പ് എന്താണ് കോൺട്രാക്റ്റ് എന്നൊന്ന് പറയുന്നു. ഒരു വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. സാധാരണക്കാരൻ്റെ കണ്ണി നോക്കുമ്പോൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ 2 പേര് എഴുതി തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് അല്ലേ. അങ്ങനെയൊന്നും ആവണമെന്നില്ല. കോൺട്രാക്റ്റ് എന്താണെന്ന് അറിയാമോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ, ഓക്കെ, ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? എന്തോ ഒരു ഓഫർ വയ്ക്കുന്നു. ഈ ഓഫർ വേറൊരാൾ അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ, ഓക്കെ, ഒരാൾ ഓഫർ വെച്ചു, ഈ ഓഫർ വേറൊരാൾ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ബന്ധത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഗ്രിമെൻ്റ് നിയമപരമായിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ബന്ധത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോൺട്രാക്റ്റ് എന്ന് വിളിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ കോൺട്രാക്റ്റ്. ആ ബന്ധത്തിനാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോൺട്രാക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കേടാ, ഫോർ എക്സാമ്പിൾ, ഇയാൾ എന്തോ ഒരു സാധനം വിൽക്കാൻ വെച്ചു. ഈ വേറൊരാൾ വഴി കൂടെ പോയാൽ പറഞ്ഞു എനിക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങാം. അപ്പോൾ ഇയാൾ വെച്ച ഓഫർ ഇയാൾ അക്സെപ്റ്റ് ചെയ്തു. അവിടെ എന്തുണ്ടായി? എഗ്രിമെൻ്റ് ഉണ്ടായി. പക്ഷേ നമ്മൾ പിന്നെ അവിടെ ചിന്തിക്കണം, ഇതൊരു കോൺട്രാക്റ്റ് ആണോ? കോൺട്രാക്റ്റ് ആവണമെങ്കിൽ നിയമപരമായിട്ട് ഇതിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാൾ വിൽക്കാൻ വെച്ച സാധനം ഇല്ലീഗലാണോ, ലീഗലായിട്ടുള്ള സാധനമാണോ? ഇയാൾ വാങ്ങാമെന്ന് പറഞ്ഞ സ്വന്തം ഇഷ്ടത്തിനാണ്. അങ്ങനെ പല കാരണങ്ങൾ നോക്കിയാൽ നമുക്കിത് ലീഗലി വാലിഡ് ആണോ എന്ന് അറിയാൻ പറ്റും. ഈ എഗ്രിമെൻറ്റ് ലീഗലി വാലിഡ് ആണെങ്കിൽ നമുക്കതിനെ കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, നിയമവും പറയുന്നത് അങ്ങനെ തന്നെയാണ്. എന്താണ് കോൺട്രാക്റ്റ് എന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് തന്നെ പറയുന്നത് സെക്ഷൻ 2H അവിടെ പറയുന്നു, ആൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. നിയമത്തിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന ലോയിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്? എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന എഗ്രിമെൻറ്റ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്? കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പറയുന്നത് നേച്ചർ ആൻഡ് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ്. എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നാലേ ഒരു കോൺട്രാക്റ്റ് ആവത്തുള്ളൂ? എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റുകൾ അതിൻ്റെ അകത്ത് വരണം? ഏറ്റവും ആദ്യം പറയുന്നു, 2 പാർട്ടികൾ എന്തായാലും കാണണം. ഈ പാർട്ടികൾക്കിടയിൽ എഗ്രിമെൻ്റ് ഉണ്ടാവണം. ഓക്കെ, ഈ എഗ്രിമെൻ്റ് ഒരു എന്താ പറയുക, പ്രോപ്പർ ഇൻറ്റൻഷനോടെ, അവർക്കൊരു ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവം ചെയ്യണമെന്നുള്ള ഇൻറ്റൻഷനോടെ തുടങ്ങിയതായിരിക്കണം. പിന്നെ ഇവർക്കിടയിൽ നിയമത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. കൺസിഡറേഷൻ മീൻസ്, ഇപ്പോൾ ഒരാൾ ഓഫർ ചെയ്തു, മറ്റേ ആൾ അക്സെപ്റ്റ് ചെയ്തല്ലോ. അപ്പോൾ ഈ ഓഫർ ഇയാൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ ഇയാൾ അങ്ങോട്ട് എന്തോ ഒരു നിയമപരമായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ടാകാം. ഓക്കെ, ഇനി ഈ പറഞ്ഞ 2 വ്യക്തികൾ എന്തായിരിക്കണം? ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ യോഗ്യത ഉള്ളവരായിരിക്കണം. അതായത് മൈനർ ആവാൻ പാടില്ല, അവർക്ക് ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരാവാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ട് നിയമം അവരെ ഡിസ്ക്വാളിഫൈഡ് ടു ബി പാർട്ട് ഓഫ് ദി കോൺട്രാക്റ്റ് എന്ന് പറയാത്തവരായിരിക്കണം. ഓക്കെ, പിന്നെ എന്താ പറയുന്നുണ്ട്? ഈ 2 പേരും പൂർണ്ണ മനസ്സോടുകൂടിയായിരിക്കണം ഈ ഇതിൽ ഏർപ്പെടുന്നത്. പിന്നെ 2 പേരുടെയും പൂർണ്ണ സമ്മതം വേണം. ഇവർ കൈമാറുന്ന സാധനം ലീഗലായിരിക്കണം. അങ്ങനെ ഒരു 12 കാര്യം പറയുന്നുണ്ട് കേട്ടോ. എഗ്രിമെൻറ്റിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. വെറുതെ പറയുന്നതാവാൻ പാടില്ല. 2 പേർക്ക് എത്രയാണ്, എന്താണ് കൈമാറുന്നത്, അതിന് പകരം എന്ത് കിട്ടുന്നു എന്നൊക്കെയുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. പിന്നെ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് എഗ്രിമെൻ്റ് വെക്കരുത്. ഓക്കെ, പിന്നെ ലീഗലി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവണം. വേറെ എന്നിട്ട് അവസാനം ഒരു സാധനം കൂടെ ലോ പറയുന്നുണ്ട്,
ഈ പറഞ്ഞ കൈമാറ്റത്തിന് ഒരു വിധത്തിലും നിയമം, അതായത് നമ്മുടെ ഈ കോൺട്രാക്റ്റ് ആയിട്ട് എന്നാൽ ഏതൊരു നിയമവും ഇതിനെ വോയിഡായിട്ട്, അതായത് ഇൻവാലിഡായിട്ട് പറയാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ഒരു 12 കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരു 12 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ, ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ സമയം ഒരുപാട് എടുക്കുക, എന്നാലും കുഴപ്പമില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഒന്നാമത് 2 പാർട്ടികൾ കാണണം. ഓക്കെ, 2 പാർട്ടികൾ ഒരു കോൺട്രാക്റ്റിനകത്ത് കാണണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇങ്ങനൊരു ബന്ധം ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിക്ക് തന്നെ ഒരു മനഃപൂർവ്വം വന്നതായിരിക്കണം. അതായത് അവരുടെ ഇൻറ്റൻഷൻ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനുള്ളൊരു ഇൻറ്റൻഷൻ ആയിരിക്കണം. അവർക്കിടയിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവാം. എഗ്രിമെൻ്റ് ഉണ്ടാകുന്ന പറഞ്ഞാൽ എന്താ? ഒരാൾ വെച്ച ഓഫർ മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവർ ഇതിനു വേണ്ടി ഈ ഒരു ട്രാൻസാക്ഷൻ എടുത്ത് കൈമാറുന്ന സാധനങ്ങൾ, കൺസിഡറേഷൻ എന്തായിരിക്കണം? ലീഗലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. അല്ലാതെ മറ്റേ കഞ്ചാവ് കൊണ്ട് വിറ്റിട്ട് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ലീഗലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സാധനമായിരിക്കണം ഇവർ കൈമാറുന്നത്. പിന്നെ ഈ 2 വ്യക്തികളും ഈ ലോയിൽ ഏർപ്പെടാൻ, ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ എന്തായിരിക്കണം? യോഗ്യത ഉള്ളവരായിരിക്കണം. 2 പേരും പൂർണ്ണ മനസ്സോടുകൂടി, ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡോടുകൂടി തന്നെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇവരുടെ കൺസെൻറ്റ് ഫ്രീ ആയിരിക്കണം. ആരും ഫോഴ്സ് ചെയ്തിട്ടായിരിക്കും ഇവർ ചെയ്യുന്നത്, സ്വന്തം കൺസെൻറ്റോടുകൂടി ആയിരിക്കണം ചെയ്യുന്നത്. പിന്നെ എന്ത് പറയുന്നുണ്ട്? ഇവരുടെ ഒബ്ജക്റ്റ്, മെയിൻ പർപ്പസ് ലോഫുള്ളായിരിക്കണം. ഇവരുടെ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഇവർക്ക് ക്ലാരിറ്റി കാണണം. ഇവർ ചെയ്യാമെന്ന് പറഞ്ഞ സാധനം ഇമ്പോസിബിൾ ആവാൻ പാടില്ല. നീ എനിക്ക് 100 രൂപ തന്നാൽ ഞാൻ പോയി ചന്ദ്രനെ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞപ്പോൾ കോടതിക്ക് കേസിന് പോകാൻ പറ്റത്തില്ല. ലീഗലി എന്തല്ല, അത് എൻഫോഴ്സബിൾ അല്ല. പിന്നെ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ഫോളോ ചെയ്യുന്നവയായിരിക്കണം. മോറോവർ ഇന്ത്യയിലെ ഒരു ലോയും എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഒരു പറഞ്ഞ ഒരു ട്രാൻസാക്ഷൻ വോയിഡാണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വാലിഡ് ആയിരിക്കണം ഒരു കോൺട്രാക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ 12 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കാം. പിന്നെ പറയുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻ പറയുകയാണ്. എന്തായാലും അറിഞ്ഞിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ. ഒന്നുകിൽ ഒരു കോൺട്രാക്റ്റിനെ നമുക്ക് വാലിഡ് എന്നോ വോയിഡ് എന്നോ വിളിക്കാം. വാലിഡ് എന്ന് പറഞ്ഞാലേ ഇത് കോൺട്രാക്റ്റ് ആവുന്നുള്ളൂ, അതായത് ലീഗലി എൻഫോഴ്സബിൾ, നേരത്തെ പറഞ്ഞ 12 കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നുള്ളൂ. വോയിഡ് ആവുന്ന എപ്പോഴാണ്? ഈ പറഞ്ഞ 12 കാര്യങ്ങളിൽ എന്തെങ്കിലും അവർ ഫോളോ ചെയ്യാൻ പറ്റാതെ വരുന്ന എഗ്രിമെൻറ്റുകളാണ് നമ്മളെന്ന് പറഞ്ഞാൽ വോയിഡ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നതിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ളത്. ഓക്കെ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് പിന്നെയും കോൺട്രാക്റ്റുകളെ പറയാം, ലീഗലെന്നും ഇല്ലീഗലെന്നും. പക്ഷെ അവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇല്ലീഗലായി കഴിഞ്ഞാൽ തന്നെ അത് എന്താവുന്നില്ല, കോൺട്രാക്റ്റായി മാറുന്നില്ല. അതുകൊണ്ട് ലീഗൽ കോൺട്രാക്റ്റ് എന്നും ഇല്ലീഗൽ എഗ്രിമെൻറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെയും വാലിഡ് കോൺട്രാക്റ്റ് എന്നും വോയിഡ് എഗ്രിമെൻറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നത് കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഇതൊരു നിയമമായതുകൊണ്ട് എന്താണ് പറഞ്ഞത്, നിയമത്തിൻ്റെ പ്രത്യേകത അതിൻ്റേതായ രീതിയുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ചോദിച്ചാൽ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് എഴുതണം, പക്ഷേ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് എഴുതാം. കാര്യം ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു എലമെൻ്റ് അതിൻ്റെ അകത്ത് കിടക്കുന്നുകൊണ്ടാണ് അത് വോയിഡായത്. വോയിഡായി കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ നമുക്ക് അതിനെ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, ലീഗലി ആവാം, ഇല്ലീഗലി ആവാം. പിന്നെ വേറെ വരുന്നത് ചില കണ്ടിജൻറ്റ് കോൺട്രാക്റ്റുകളുണ്ട്. ഓക്കെ, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താ, ആ കോൺട്രാക്റ്റ് കണ്ടിജൻസി എന്ന വാക്ക് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരേ അർത്ഥത്തിലാണ്. ഇപ്പം നിലവിൽ ആ കോൺട്രാക്റ്റ് എന്തില്ല, എൻഫോഴ്സബിൾ അല്ല. പക്ഷേ ചില സംഭവങ്ങൾ ഉണ്ടായാൽ നമുക്കതിനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്താ പറയുക, നമ്മുടെ ഇൻഷുറൻസ് ഏതാണ്ട് ഒരു കണ്ടിജൻസി കോൺട്രാക്റ്റ് ആണ് അല്ലേ. നമുക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അവർ നമുക്ക് എന്തെങ്കിലും പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു പൈസ തരത്തില്ല. അപ്പോൾ അപകടം ഉണ്ടാകണം എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ. ആ കണ്ടീഷനാണ് കണ്ടിജൻസി ആയിട്ട് പറയുന്നത്. പിന്നെ ഒരുപാട് ടൈപ്സ് പറയുന്നുണ്ട്. നല്ല ബേസിക്കലി ഇപ്പം നമ്മൾ റിവൈസ് ചെയ്യാനല്ലോ, ഇത്ര ബേസിക്കലി ഇതെങ്കിലും ഒന്ന് അറിഞ്ഞേക്കാം. വാലിഡ്, വോയിഡ്, ലീഗൽ, ഇല്ലീഗൽ, പിന്നെ എന്തായിരുന്നു ഈ പറഞ്ഞ പോലെ കണ്ടിജൻറ്റ് കോൺട്രാക്ട്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റിൻ്റെ ഇനി പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോൺട്രാക്ട് വേഴ്സസ് എഗ്രിമെൻ്റ്. ആ ഡിഫറൻസ് ബോക്സ് വരച്ച് എഴുതാൻ വരെ അറിവ് വേണം. പല കാര്യങ്ങളും നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു? എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തേ ഉള്ളൂ, ഒരാൾ ഒരു കാര്യം ഓഫർ ചെയ്യുന്നു. ഓക്കെ, എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ഒരാൾ ഓഫർ ചെയ്യുന്നു, മറ്റേ ആൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് എന്തായി, ഈ പറഞ്ഞ പോലെ എഗ്രിമെൻ്റായി മാറി. എന്നാൽ ഈ സാധനത്തിനെ ലീഗലി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് പല തലങ്ങളിൽ നോക്കിയാൽ അത് എന്താകത്തുള്ളൂ, കോൺട്രാക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഓഫറിൻ്റെ അവിടെ അക്സെപ്റ്റൻസ് നടന്നത് എഗ്രിമെൻ്റായി. എന്നാൽ ആ എഗ്രിമെൻറ്റിനെ ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയാലേ കോൺട്രാക്റ്റ് ആകത്തുള്ളൂ. എല്ലാ കോൺട്രാക്റ്റും ഒരു എഗ്രിമെൻ്റാണ്. ഓക്കെ, എല്ലാ കോൺട്രാക്റ്റും ഒരു എഗ്രിമെൻ്റാണ്. പക്ഷേ എല്ലാ എഗ്രിമെൻ്റ് എന്തല്ല, ഒരു കോൺട്രാക്റ്റ് അല്ല. അല്ലെങ്കിൽ ആലോചിച്ചൊക്കെ, ഒരാൾ ഓഫർ അക്സെപ്റ്റ് ചെയ്താൽ അത് എഗ്രിമെൻ്റായി മാറി. ആ എഗ്രിമെൻറ്റുകൾ ആണ് പിന്നീട് കോൺട്രാക്റ്റുകളായി മാറുന്നത്. പക്ഷേ എല്ലാ പിന്നെ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റായി മാറണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ
എല്ലാ കോൺട്രാക്റ്റുകളും നോക്കിയാൽ അത് മുമ്പ് ഒരിക്കൽ എന്തായിരുന്നു, എഗ്രിമെൻ്റ് ആയിരുന്നു. അത് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയപ്പോഴാണ് അത് കോൺട്രാക്റ്റായി മാറിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാകുന്നത് എഗ്രിമെൻ്റ് ആണോ കോൺട്രാക്റ്റ് ആണോ എന്ന് നോക്കുക. ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നിയമപരമായിട്ട് നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കോൺട്രാക്റ്റ് ആണെന്നെങ്കിൽ നമുക്ക് ലീഗലി തന്നെ എന്ത് ചെയ്യാം, എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി, വളരെ ബേസിക്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കഥകളാണ്. വളരെ ബേസിക്കലി ഇതാണ് ഒരു ഡിഫറൻസ്. ബട്ട് കൂടുതൽ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടിസ്ഥാനപരമായ ഡിഫറൻസ് മനസ്സിലാക്കുക. ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു സാധനമാണ് കോൺട്രാക്ട് വേഴ്സസ് എഗ്രിമെൻ്റ് എന്നുള്ളത്. ഇനി സെക്കൻഡ് യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഓഫർ ആൻഡ് ഡെഫിനിഷൻ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാൾ മുന്നിലേക്ക് വയ്ക്കുന്ന ഓഫർ മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്, അതൊരു എഗ്രിമെൻ്റായി മാറുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു പോകുന്ന ഇമ്പോർട്ടൻറ്റ് വാക്കുകൾ ഓഫർ, അക്സെപ്റ്റൻസ്, കൺസിഡറേഷൻ, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെൻറ്റ്, ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്. ഇത് നമുക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞതാ. നേരത്തെ പറഞ്ഞ ആ 12 പോയിൻ്റുണ്ടല്ലോ, ഒരു കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആക്കുന്ന 12 പോയിൻ്റ് അവിടെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ നോക്കുന്നത്. ഏറ്റവും ആദ്യം പറയുന്നു ഓഫർ. എന്താണ് ഓഫർ എന്ന് പറയുന്നത്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിംഗ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിൻ അസെൻറ്റ് ഓഫ് ദാറ്റ് അതർ ടു സച്ച് ആക്ട് ഓർ അബ്സിസ്റ്റൻസ് ഹീ സെഡ് ടു മേക്ക് എ പ്രൊപ്പോസൽ ഓർ ഓഫർ. ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, പിന്നെ മറ്റൊരാളിലേക്ക് ഒരു കാര്യം അറിയിക്കുകയാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? എന്തോ ഒന്ന് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ, രണ്ടും ആവാം. നമുക്ക് ഓഫർ രണ്ട് രീതിയിലാവാം, ചെയ്യാനും ആവാം ചെയ്യാതിരിക്കാനും ആവാം. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യണം, അയാളുടെ ആ ഒരു കാര്യത്തിലുള്ള വില്ലിങ്നെസ് മറ്റൊരാൾ അറിയിക്കുകയാണ്. ചെയ്യാനോ ചെയ്യാതിരിക്കാനുള്ള വില്ലിങ്നെസ്, താല്പര്യം മറ്റൊരാൾ അറിയിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അയാളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം, ഒരു കൺസെൻറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഒരു അറിയിപ്പ് കിട്ടണം എന്നാണ് അയാൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെന്ന്. നമ്മളെ താല്പര്യം അങ്ങോട്ട് അറിയിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അവിടെ നിന്നുള്ള താല്പര്യം നമുക്ക് ഇങ്ങോട്ട് അറിയണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ താല്പര്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ താല്പര്യം അങ്ങോട്ട് അറിയിച്ച പ്രോസസ്സിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്, പ്രൊപ്പോസൽ അഥവാ ഓഫർ വയ്ക്കുക എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊപ്പോസൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. സ്റ്റിൽ എന്നാൽ അതൊന്നും മനസ്സിലുണ്ടാകും. ആ ഒരു കഥ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം പിടികിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ കോൺട്രാക്ട് ആക്ട് പറയുന്നല്ലോ, അത് മീൻ ഡെഫിനിഷൻ. ഇനി എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓഫർ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഓഫർ ജനറൽ ഓഫറും ആവാം, സ്പെസിഫിക് ഓഫറും ആവാം. ഓക്കെ, ജനറൽ ഓഫർ, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, എൻ്റെ ഒരു എന്തോ ഒരു സാധനം, ഇപ്പോൾ എൻ്റെ ഒരു ഐഫോൺ ഇരിക്കുന്നു. ഈ ഐഫോൺ ഞാൻ എന്ത് ചെയ്യാണ്, OLX-ലിട്ട് വിൽക്കാൻ വയ്ക്കുകയാണ്. അവിടെ ആർക്കും വന്ന ഓഫർ അക്സെപ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ അതെന്താണ്, ഒരു ജനറൽ ഓഫറാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പറയടാ, എനിക്ക് ഈ ഐഫോൺ വിൽക്കണമെന്നുണ്ട്, വേറെ ആളും കൊടുക്കാൻ താല്പര്യം, നിനക്ക് വേണമെങ്കിൽ നീ വാങ്ങിച്ചോ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ഓഫറാണ്. കാര്യം ഞാൻ ആ സ്പെസിഫിക് വ്യക്തി മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഓഫറുകൾ വളരെ ബേസിക്കായിട്ട് എന്താവാം, ഒന്നുകിൽ ജനറൽ ആവാം അല്ലെങ്കിൽ സ്പെസിഫിക് ആവാം. പിന്നെ കുറേ ടൈപ്പുകൾ പറയുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അറിയാലോ, റിവിഷനാണ്, മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ഓഫർ 2 ടൈപ്പാണ്, ജനറലും സ്പെസിഫിക്കും. ഇനി ചോദിക്കുന്നു, വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് വാലിഡ് ഓഫർ. നേരത്തെ നമ്മൾ കോൺട്രാക്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾ ചേർന്നാലാണ് ഒരു ഓഫർ എന്താവുന്നത്, ഒരു വാലിഡ് ഓഫർ ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആദ്യം പറയുന്നു, ആൻ ഓഫർ മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. ഒരു ഓഫർ എന്താവാം, ഒന്നുകിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം. ഇംപ്ലൈഡ് എന്ന് പറയുന്നതിൻ്റെ അകത്തൊരു അർത്ഥമുണ്ട്. എക്സ്പ്രസ് നമുക്കറിയാം, സാധാരണ ഒരാൾ എക്സ്പ്രസ് ചെയ്യുന്നു, എനിക്ക് ഇന്ന ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇംപ്ലൈഡ് ഓഫറാണ് ഒരു വലിയൊരു സംഭവം, നമുക്ക് പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണത്. ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, എൻ്റെ കട, എനിക്കൊരു കടയുണ്ട്, ഞാൻ എൻ്റെ കടേൻ്റെ ഫ്രണ്ടിൽ ഒരു സാധനം എടുത്ത് ഇങ്ങനെ വെച്ചേക്കുന്നു. ഒരാൾ ഓടി വന്നിട്ട് പറയണ, സാറേ എനിക്ക് എത്ര രൂപ ഞാനിത് വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞില്ല, ഞാനിത് വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നതല്ല, ഞാൻ ചുമ്മാ വെച്ചേക്കുന്നത്, നിനക്ക് ഞാൻ തരത്തില്ല എന്ന് പറയാൻ അയാളെ കൊണ്ട് പറ്റത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്, അയാൾ ഇംപ്ലൈഡായിട്ട് അത് ഓഫർ ചെയ്യുകയാണ്. അത് പ്രത്യേകിച്ച് ആരും ഒന്നും സ്പെസിഫിക്കായിട്ട് പറയാത്തടത്തോളം അയാൾ ജനറലായിട്ട് എന്ത് ചെയ്യണം, ആ ഒരു സാധനം ഓഫർ ചെയ്യുകയാണ്. മനസ്സിലായില്ല? അല്ലാതെ എന്തല്ല ഇങ്ങനെ ചുമ്മാ വഴി കൂടെ പോകുന്നവനെ വിളിച്ച് വരുത്തി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അയാൾ വെറുതെ ഒരു സ്ഥലത്ത് കൊണ്ട് വിൽക്കാൻ വെച്ചതാണ്. പക്ഷെ ചുമ്മാ അവിടെ വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിന് അർത്ഥം എന്താ, ഇൻ ഇംപ്ലിക്കേഷൻ അത് വിൽക്കാനുള്ള സാധനമാണ്. മനസ്സിലായല്ലേ? അപ്പോൾ അതൊരു ഇംപ്ലൈഡ് ഓഫറാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്, ഓഫറുകൾ എന്താവാം, എക്സ്പ്രസ്ഡും ആവാം, ഇംപ്ലൈഡും ആവാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജനറലും ആവാം, സ്പെസിഫിക്കും ആവാം.
അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് പറയുന്നു, ഒരു ഓഫർ എന്ന് പറയുന്നത് ഒരു നിയമപരമായി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിന് വേണ്ടി, ഒരു ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വെച്ച ഓഫർ ആയിരിക്കണം. അല്ലെങ്കിൽ അതിനൊരു വാലിഡ് ഓഫറായിട്ട് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഓഫർ വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ ഓഫർ നമ്മൾ വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഓഫർ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെന്താ പറയുന്നു, ഒരിക്കലും ഒരു ഓഫർ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ആ ഓഫർ അംഗീകരിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ ഓഫറിന് മറുപടി തരാതിരിക്കുന്നത് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തതിന് തുല്യം. നമ്മുടെ പണ്ടുള്ള രാജാക്കന്മാരൊക്കെ പറയില്ലേ, മൗനം സമ്മതം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഓഫർ, നമ്മളൊരു ഓഫർ വെച്ചു, അയാൾ റിപ്ലൈ ചെയ്തില്ല എന്ന് പറഞ്ഞ് അത് അക്സെപ്റ്റബിൾ ആണെന്ന് നമുക്കൊരു കണ്ടീഷൻ വയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ വളരെ ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫർ എന്ന് പറയുന്നത് ജനറലോ സ്പെസിഫിക്കോ ആവാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് എക്സ്പ്രസ്ഡും ആവാം, ഇംപ്ലൈഡും ആവാം. നമുക്ക് അതൊരു നിയമപരമായ ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നിയമം അംഗീകരിക്കുന്നത്. നിയമപരം വെച്ചാൽ കോടതിയിൽ ചെന്ന് നടത്തുന്ന കാര്യം നല്ല ഉദ്ദേശിക്കുന്നത്. ലീഗലി നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഓഫർ വയ്ക്കാവൂ. ഇനി വയ്ക്കുന്ന ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്ന ആളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ എല്ലാ ടേംസും നമ്മൾ വളരെ വ്യക്തമായി അറിയിക്കുന്നുണ്ടാവണം. ഇതൊക്കെയാണ് ഒരു ഓഫറിൻ്റെ ഒരു വാലിഡ് ഓഫർ ആക്കുന്നത്. ഇനി ഓഫറിൻ്റെ അക്സെപ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണെന്നാണ് അടുത്ത ചോദിക്കുന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നത് ഇങ്ങനെയാണ്: when the person to whom the proposal or offer is made signifies his assent thereto to the proposal is said to be accepted. A proposal when accepted become promise. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? പ്രപ്പോസൽ ചെയ്ത ആളോട് എനിക്ക് നിങ്ങളുടെ പ്രപ്പോസൽ ആയിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് അയാളുടെ അസെൻ്റ് അറിയിച്ചു കഴിഞ്ഞാൽ അതെന്തായി മാറി? അത് അക്സെപ്റ്റഡായി മാറി. അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ എന്താണ്? ഒരു പ്രോമിസാണ്. അപ്പോൾ ആ ഒരു ചെയിൻ മനസ്സിലാക്കുക. ഒരു ഓഫറിനെ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് പ്രോമിസായി മാറുന്നു. ഈ പറഞ്ഞ പ്രോമിസ് ലീഗലി വാലിഡ് ആണെങ്കിൽ അത് കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, അതാണ് ആ ഒരു ബന്ധം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലുണ്ടാവട്ടെ. വീണ്ടും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഓഫർ നിയമപരമായിട്ട് ശരി എന്ന് പറയാൻ പറ്റുന്നതെന്ന് ചോദിച്ച പോലെ ഈ പറഞ്ഞ എന്താണ് അക്സെപ്റ്റൻസിനെ നിയമപരമായിട്ട് നമുക്ക് വാലിഡ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്നാണ് ചോദിക്കുന്നത്. അക്സെപ്റ്റൻസിൻ്റെ ആദ്യം പറയുന്നത് എന്താവാൻ പാടില്ല? കണ്ടീഷണൽ ആവാൻ പാടില്ല. ഇന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കാം എന്ന് പറയാൻ പാടില്ല. ഓഫർ വയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടീഷൻസ് വയ്ക്കാം. പക്ഷെ എന്ത് പറഞ്ഞാൽ മതി? ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ ഉണ്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. പക്ഷേ അക്സെപ്റ്റൻസ് അങ്ങനെയല്ല. ഒരു അക്സെപ്റ്റൻസ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഈ പറഞ്ഞ പോലെ പിന്നെ അൺകണ്ടീഷണലായിട്ട് നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ അംഗീകരിക്കുന്ന ഒരൊറ്റ വാക്കിൽ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമ്മൾ അക്സെപ്റ്റൻസും എന്താണ്? ഇംപ്ലൈഡും ആവാം, എക്സ്പ്രസ്ഡും ആവാം. അക്സെപ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സൈലൻ്റായി ഇരുന്നിട്ട്, നമ്മൾ വീണ്ടും മൗനം സമ്മതം എന്ന് പറഞ്ഞ സാധനമാണ്. സൈലൻ്റായി ഇരുന്നിട്ട് ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് സൈലൻ്റായി ഇരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അറിയിക്കണം. പിന്നെ ഇയാൾ പറയുന്ന, നമ്മുടെ ഓഫർ വയ്ക്കുന്ന ആൾ പറയുന്ന കണ്ടീഷൻ എന്തൊക്കെയാണോ ആ കണ്ടീഷൻ എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് ആ പറയുന്ന ടൈമിൻ്റെ അകത്ത് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല ഓഫർ വച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒന്നുകിൽ ജനറൽ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അയാൾ ഓഫർ വയ്ക്കും. ആ ഓഫർ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊന്നും മനസ്സിലുണ്ടാവണം. വളരെ ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷനിലാവാൻ പാടില്ല. ഓക്കെ, അക്സെപ്റ്റൻസ് ഒരിക്കലും കണ്ടീഷനിലാവാൻ പാടില്ല. എക്സ്പ്രസ്ഡും ആവാം, ഇംപ്ലൈഡും ആവാം. എപ്പോഴും എന്താണോ അയാൾ അതിൽ ഒരു ബേസിക് ഡിഫൈൻ ചെയ്ത് ഒരുപാട് ഇതിലായിട്ട് പറയുന്ന ഒരൊറ്റ കാര്യമാണ്, നമ്മൾ ഓഫർ വച്ചാൽ കുറേ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടല്ലോ, ആ കണ്ടീഷൻ അംഗീകരിച്ച് അയാൾ പറയുന്ന സമയത്തിനനുസരിച്ച് അയാൾ പറയുന്ന രീതിയിലൊക്കെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അക്സെപ്റ്റ് ചെയ്യാൻ. അല്ലാതെ നമുക്ക് നമ്മുടേതായ കണ്ടീഷൻസ് അങ്ങോട്ട് വെച്ചുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു? ഓഫറും അക്സെപ്റ്റൻസും. ഇനി മൂന്നാമത്തെ കാര്യം കൺസിഡറേഷൻ. അപ്പോൾ എന്താണ് കൺസിഡറേഷൻ എന്ന നിയമം പറയുന്നത് നോക്കാം. When at the desire of the promiser, the promisee or any other person has done or abstain from doing or does or abstain from doing or promises to do or abstain from doing something, such act of abstinence of a promise is called consideration from the promise. വല്ല മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല.
നമ്മൾ പറഞ്ഞു ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായി മാറും? പ്രോമിസായി മാറും. അപ്പോൾ വെൻ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, പ്രോമിസ് ചെയ്ത ആളുടെ ഇഷ്ടപ്രകാരം പ്രോമിസ് അക്സെപ്റ്റ് ചെയ്ത ആളുണ്ടല്ലോ, അയാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുക, നമ്മൾ പറഞ്ഞു ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഫർ വയ്ക്കാം, ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഫർ വയ്ക്കാതെ പറഞ്ഞു അല്ലേ. അപ്പോൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അയാൾ ഒന്നുകിൽ ഇപ്പോൾ ചെയ്യുന്നു ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പിന്നീട് അത് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം എന്ന് പറയും അല്ലേ. ആ ഒരു സമ്മതത്തിനാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത്, ആ ഒരു ചെയ്യാതിരിക്കുന്നതിനോ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന് നമ്മളുടെ കൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു സാധനം വിൽക്കാൻ വയ്ക്കുന്നു, വേറൊരാൾ വന്ന്, അപ്പം ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ഒരു ബോൾ, ഓക്കെ, ഈ ബോൾ ഞാൻ ഇടുന്ന ഒരു വില 10 രൂപയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇയാളൊന്ന് ശരി, എനിക്ക് 10 രൂപയ്ക്ക് ആ ബോൾ വേണം, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കൺസെൻട്രേഷൻ എന്താണ്? അയാൾ തരുന്ന 10 രൂപയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൺസെൻട്രേഷൻ? അയാൾ എനിക്ക് തരുന്ന ബോളാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറയുന്നത്. പക്ഷേ ഇത് നിയമമായതുകൊണ്ട് എല്ലാ വശങ്ങളും കവർ ചെയ്ത് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇത്രയും വലിച്ചു നീട്ടി പറയുന്നത്. ഇനി കൺസെൻട്രേഷൻ്റെ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലോ വളരെ ബേസിക്കായിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ രീതിക്ക് പറയുമ്പോൾ 3 ടൈപ്പാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ മുമ്പേ കൊടുത്ത കൺസിഡറേഷൻ ആവാം. അതായത് നമുക്ക് ഈ ഒരു എഗ്രിമെൻ്റൊക്കെ പറയുന്നതിന് മുമ്പേ, അതിൻ്റെ ലീഗൽ വാലിഡിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് മുമ്പേ കൺസിഡറേഷൻ്റെ കൈമാറ്റം നടന്നിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇല്ലെങ്കിൽ എന്താവാം, ഈ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ, ഈ ഒരു ബന്ധം അവിടെ ഉണ്ടാകുമ്പോൾ ഓൺ ദ സ്പോട്ടായിരിക്കാം, നമ്മൾ പ്രസൻ്റ് ആയിരിക്കും നമ്മൾ കൺസിഡറേഷൻ കൈമാറുന്നത്, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ തരാമെന്നുള്ള പ്രോമിസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ 3 രീതിക്ക് വരാം, പാസ്റ്റ് വരാം, പ്രസൻറ്റ് വരാം, ഫ്യൂച്ചർ വരാം. ഇനി പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഒരു കൺസിഡറേഷനാക്കി മാറ്റുന്നതെന്നുള്ളതാണ് നമുക്കൊന്ന് നോക്കാം. എല്ലാം വളരെ ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വാലിഡിറ്റി വരുന്ന കാര്യങ്ങൾ തമ്പി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു കൺസിഡറേഷൻ എങ്ങനെയാണ് കൺസിഡറേഷനാക്കി മാറ്റുന്നതെന്ന് ചോദിച്ചാൽ വളരെ ബേസിക്കായിട്ട് ഈ കൺസിഡറേഷൻ ആദ്യം പോവേണ്ടത് ആരുടെ കയ്യിൽ, ആ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഓഫർ വച്ച ആളുണ്ടല്ലോ, അയാളുടെ സൈഡിൽ നിന്ന് പോകണം. ഓക്കെ, അപ്പോൾ കൺസിഡറേഷൻ വരുന്നത് എപ്പോഴും ഓഫർ വച്ച ആളുടെ കയ്യിൽ നിന്നായിരിക്കണം ആദ്യം. പിന്നെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസിഡറേഷൻ കൊടുക്കണം. കൊടുക്കുന്ന കൺസിഡറേഷൻ നിയമപരമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കൺസിഡറേഷൻ ആയിരിക്കണം. അതിനൊരു മൂല്യമുണ്ടായിരിക്കണം. അല്ല വെറുതെ ഞാൻ ഒരാൾ ചെന്ന് ഷേക്ക് ഹാൻഡ് കൊടുത്തു, അതിന് ഞാൻ കൊടുത്ത കൺസിഡറേഷനാണ് എന്ന് പറയാൻ പറ്റത്തില്ല. അതിനൊരു മൂല്യം ഉണ്ടായിരിക്കണം. നമ്മൾ അക്കൗണ്ടിങ്ങിൽ മോണിറ്ററി പിന്നെ എന്താ പറയുക, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പഠിക്കുന്നില്ലേ, സംതിങ് സിമിലർ. അപ്പോൾ അങ്ങനെ മൂല്യമുള്ളതായിരിക്കണം, അഡിക്കേറ്റ് ആയിരിക്കണം. അല്ലാതെ എന്തെങ്കിലും കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ കൺസിഡറേഷൻ കൊടുത്തെന്ന് പറയാൻ പറ്റത്തില്ല. കൺസിഡറേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവും ആവാം, നെഗറ്റീവും ആവാം. ഓക്കെ, പിന്നെ പറയുന്നത് ഇത്രയാണ് ബേസിക്കായിട്ട് പറയുന്നത്. സാധാരണക്കാരൻ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. കൺസിഡറേഷൻ ലോഫുള്ളായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയുന്നത്. പിന്നെ ആരുടെ താല്പര്യപ്രകാരം ഈ എഗ്രിമെൻ്റ് ഓഫർ ആദ്യം വെച്ച ആരാണോ അയാളുടെ താല്പര്യപ്രകാരമായിരിക്കണം കൺസിഡറേഷൻ പോവേണ്ടത്. ഒരുപാടല്ലാത്ത പോയിന്റുകളുണ്ട്, എന്നാലും മിനിമം ഇത്ര അറിഞ്ഞേക്കാം. പിന്നെ അടുത്ത പറയുന്ന പോയിന്റ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ആണ്. ഓക്കെ, പിന്നെ ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ലോ ആണോ, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് പറയുന്നത് എന്താണ്? കപ്പാസിറ്റി ഓഫ് പാർട്ടി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താ, യോഗ്യതയാണ്. എല്ലാവർക്കും എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പറ്റത്തില്ല. ആരൊക്കെയാണ് പറ്റുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ യോഗ്യരായി മാറുന്നത്, എങ്ങനെയാണ് ചിലർ യോഗ്യരല്ലാതാവുന്നത് എന്നുള്ളതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ പറയുന്നത് എവറി പേഴ്സൺ ഈസ് കോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് ഹൂ ഈസ് ദ ഏജ് ഓഫ് മെജോറിറ്റി അക്കോർഡിംഗ് ടു ദ ലോ വിച്ച് ഹീ സബ്ജക്റ്റ് ആൻഡ് ഹൂ ഈസ് സൗണ്ട് മൈൻഡ് ആൻഡ് ഇറ്റ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം കോൺട്രാക്ടിങ് ബൈ എനി ലോ ഓർ വിച്ച് ഹീ സബ്ജക്റ്റ്. 3 കാര്യങ്ങളാണ്. ഓക്കെ, ഒരാൾ കപ്പാസിറ്റി ഉള്ള ആളാണ്. ഇത് നിങ്ങൾക്കും ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഒരാൾക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്ന 3 കാര്യങ്ങളാണ്. നമ്പർ 1, അയാൾ എന്തായിരിക്കണം, എബോ ഏജ് ഓഫ് 18, അല്ലെങ്കിൽ ആ ലോ എന്താണോ പറയുന്നത് 18 എന്ന ഒറ്റ വാക്കിലല്ല പറയുന്നത്, ഏത് ലോയിലാണോ നിങ്ങൾ അനുസരിച്ചിരിക്കുന്നത് ആ ലോ നിങ്ങൾ എപ്പോഴാണോ മേജറായിട്ട് പ്രഖ്യാപിക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. പിന്നെ നിങ്ങളുടെ മാനസിക സ്ഥിതി നോർമലാണ് എന്ന് പറയണം, അതാരും പറയണമെന്നില്ല, നോർമൽ അല്ല എന്ന് പറയും വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. 3ാമത്, നിങ്ങളെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു നിയമം തടസ്സപ്പെടുത്തുന്നവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രോഡ് കാണിച്ചു തെളിയിക്കപ്പെടുന്നു, അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളെ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സമ്മതിച്ചെന്ന് വരത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴികെ, ഈ 3 സാഹചര്യങ്ങൾ ഒഴികെ എപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഈ 3 സാഹചര്യങ്ങളിൽ നിങ്ങൾ പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താണ്, യു ആർ ദ പേഴ്സൺസ്
കോമ്പിറ്റൻറ്റ് ടു ബി പാർട്ട് ഓഫ് എ കോൺട്രാക്ട്. അതിനകത്തും കുറേ എക്സെപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ബേസിക്കായിട്ട് ഇത്രയും മനസ്സിലാക്കുക എന്നുള്ളത്. ഇനി അടുത്ത പറയുന്നത് ഫ്രീ കൺസെൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കോൺട്രാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രീ കൺസെൻറ്റ് വേണമെന്ന് പറഞ്ഞു. എന്താണ് നമ്മൾ ഇപ്പോൾ ഞാൻ ചെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാളൊരു സാധനം വിൽക്കാൻ പറ്റൂ, ഞാൻ ചെന്ന് വാങ്ങുന്നു. ആ സാധനം ഞാൻ വാങ്ങുന്നത് എന്തായിരിക്കണം? എൻ്റെ സ്വന്തം താല്പര്യത്തോടായിരിക്കണം, അല്ലാതെ എന്നെ വേറൊരാൾ ഭീഷണിപ്പെടുത്തി വിട്ടോ അങ്ങനെ ഒന്നും ആവാൻ പാടില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഫ്രീ കൺസെൻറ്റ് അല്ലാതാവുന്നതെന്നാണ് മറ്റേ വാക്കുകൾ പറയുന്നത്. ഒന്ന്, കൊയേഷൻ, ഭീഷണിപ്പെടുത്തി നമ്മൾ ഒരാളെ കൊണ്ടൊരു സാധനം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുപ്പിച്ചാൽ അതെന്താണ്? അത് കൊയേഷനാണ്. അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തല്ലോ, അവിടെ എന്തില്ല? ഫ്രീ കൺസെൻറ്റ് ഇല്ല. ഇനി ഒരാൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു കീഴുദ്യോഗസ്ഥനെ കൊണ്ട് എന്തോ കാര്യം ചെയ്യിപ്പിക്കുന്നു. അവിടെ അയാളുടെ ആ ഒരു പവറിനെ മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ വേറൊരാളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ച് അവിടെയും അയാളുടെ എന്തില്ല? ഫ്രീ കൺസെൻറ്റ് ഇല്ല. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി കാണിച്ചിട്ട് ഒരാളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ചാൽ അവിടെ നമുക്ക് എന്ത് പറയാം? ഫ്രീ കൺസെൻറ്റ് ഇല്ല. പിന്നെ മിസ്റെപ്രസെൻറ്റേഷൻ, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ചാലും അവിടെ ഫ്രീ കൺസെൻറ്റ് ഇല്ല. തെറ്റുകളിലൂടെ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ട് ഒരാളൊരു കാര്യം ചെയ്താൽ, ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണ്, ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ എന്തെങ്കിലും ഇല്ല എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഒരു സാധനത്തിലേക്ക് പോയത്, എനിക്ക് അവിടെ തെറ്റ് പറ്റിയതാണെന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ കൺസെൻറ്റ് ഫ്രീ കൺസെൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു കോൺട്രാക്റ്റ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓഫർ മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യുന്നത് അയാളുടെ ഫ്രീ കൺസെൻറ്റോടുകൂടി യാതൊരുവിധ പിന്നിൽ നിന്നുള്ള തള്ളുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കാം അയാൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. എപ്പോഴൊക്കെയാണ് ആ ഒരു കൺസെൻറ്റ് സ്വന്തം ഇഷ്ടമല്ലാത്തതാവുന്നത് എന്നാണ് ഈ പറഞ്ഞ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഫൈനലി ഈ മൊഡ്യൂൾ പറയുന്നത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ്, വോയിഡ് എഗ്രിമെൻറ്റ്സ്, അൺലോഫുൾ എഗ്രിമെൻറ്റ് നോക്കാം. ഇവിടെ പറയുന്നത് നമ്മുടെ ഏതൊരു നിയമം എടുത്ത് നോക്കിയാലും, ഏതൊരു കോൺട്രാക്റ്റ് എടുത്ത് നോക്കിയാലും അത് നിയമപരമായ ഒരു കാര്യത്തിൽ, നിയമപരമായ ഇൻ ദ സെൻസ് നിയമം അംഗീകരിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലാതെ നിയമപരമായിട്ടുള്ള ഒരാളുടെ അവകാശത്തിനെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു നഷ്ടപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കോൺട്രാക്റ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു പ്രത്യേക കോൺട്രാക്റ്റിൻ്റെ ഉദ്ദേശം എന്തോ ആയിക്കോട്ടെ അത് നിയമം അംഗീകരിക്കുന്നതാവണം, നിയമം വിസമ്മതിക്കുന്നതാവാൻ പാടില്ല. ഓക്കെ, അവിടെയാണ് നമുക്ക് ഈ വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റ് മീൻസ് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത എഗ്രിമെൻറ്റുകളും അൺലോഫുള്ളായിട്ടുള്ള നിയമം തെറ്റിക്കുന്ന, നിയമപരമായി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് നിയമം തെറ്റിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ്, നമ്മുടെ മെയിൻ പർപ്പസ് ഓഫ് ദ കോൺട്രാക്റ്റ് എന്തായിരിക്കണം? നിയമപരമായി അംഗീകരിക്കാൻ പറ്റുന്നതാവണം. ഇല്ലെങ്കിൽ അത് ഒന്നുകിൽ എന്തായി മാറും? വോയിഡ് എഗ്രിമെൻറ്റ്, നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു എഗ്രിമെൻറ്റായി മാറും. ഇല്ലെങ്കിൽ അൺലോഫുൾ, നിയമവിരുദ്ധമായ ഒരു എഗ്രിമെൻറ്റായിട്ട് മാറും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബിസിനസ് നിയമങ്ങളുടെ ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ. മോർ ദാൻ ദി എക്സാംസ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്നുണ്ട്. ഞാൻ അടിസ്ഥാനപരമായ കാര്യം മാത്രം പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ എടുത്തു എന്നുള്ള സത്യമാണ്. അത് അത്രയ്ക്ക് ഉണ്ട്, അതിന് ഡെപ്ത് ഉണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും നമുക്ക് നോക്കാം. ഓക്കെ, അതുകൊണ്ട് ഇത് അറിയാമെന്ന് ഉറപ്പാക്കുക. എന്ത് സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഒരുപാട് സമയമില്ല, 19-ാം തീയതിയാണ് പരീക്ഷ, 3 ദിവസം ഉണ്ടല്ലോ, നോക്കുക കേട്ടോ. താങ്ക് യു ഓൾ.